വന്നു കയറിയ ആഴ്ച തന്നെ ഞാൻ കീഴടക്കിയ സാധനമാണ് പവർ ടീം. എന്നെ കയറാൻ അനുവദിക്കാത്തതാണ് ബിഗ് ബോസ്. ഇനി കയറിയാൽ എന്റെ കയ്യിൽ കുറെ പ്ലാൻ ഉണ്ട്. കളി മാറ്റാൻ എനിക്കറിയാം. കയറ്റുമോ എന്ന് നമുക്ക് ആദ്യം നോക്കാം എന്ന് അഭിഷേക് പറയുന്നു. അപ്പൊ സായി പറയുന്നത്, എടാ ഞാൻ പവർ ടീമിൽ കയറാമെന്ന് ഓർത്തത് തന്നെ ജിൻഡോ എണീറ്റ് നിന്നത് കൊണ്ടാണ്. സിജോനെ എണീപ്പിച്ചതും ജിൻഡോ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആദ്യം എണീറ്റ് നിന്നത് മൂപ്പരാണ്. അത് കഴിഞ്ഞിട്ട് നന്ദു, പിന്നെ ജാസ്മിൻ. ഇവരെ 3 പേരെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിട്ടാൽ നന്ദുവും ജിൻഡോയും കൂടി നിന്ന് ജാസ്മിനെ വെട്ടും. എന്നിട്ട് നന്ദുവിന്റെ കാല് പിടിച്ച് എങ്ങനെയും ജിൻഡോ പവർ ടീമിൽ കയറും. ആ കളി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എണീറ്റതും സിജോയെ എണീപ്പിച്ചതും. ലാസ്റ്റ് സിജോയെ വെട്ടിയെങ്കിലും ജിൻഡോ സെക്കൻഡ് റൗണ്ടിൽ തന്നെ ഔട്ട് ആണല്ലോ എന്ന് സായി പറയുന്നു. സായി പറയുന്ന നന്ദനയുടെ കാല് പിടിക്കാനെന്ന് ജിൻഡോ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വെറുതെ എക്സാജറേറ്റ് ചെയ്തതാണ് നമ്മുടെ സായി. പിന്നെ സിജോ ഈസി ടാർഗറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സായി സിജോയെ എണീപ്പിച്ച് നിർത്തിയത്. ഈസി ടാർഗറ്റ് ആണെന്ന് പുള്ളി തെളിയിക്കുകയും ചെയ്തു. ആ ടാസ്കിൽ സായിയുടെ മുന്നിൽ തോറ്റു കൊടുത്തു. സായിയുടെ കാര്യം മറ്റേ വെൽഡൻ വാസുവിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. സ്ലാങ്ങും കാര്യങ്ങളും എല്ലാം ഡിറ്റോ വെൽഡൻ വാസുവാണ്. എന്തെങ്കിലും ഒരു ചെറിയ വിന്നിംഗ് മൂമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലടിച്ച് വെറുപ്പിച്ച് കയ്യിൽ തരും. പക്ഷെ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ പുള്ളി കുറെ കൂടി ആക്റ്റീവായി എന്നും കാര്യങ്ങളെ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട് എന്നും പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. ആ രീതിയിൽ കുറച്ച് പ്രേക്ഷക ശ്രദ്ധ പുള്ളി പിടിച്ചു പറ്റിയിട്ടുണ്ട്. പവർ മിസ്യൂസിങ് സായി ഇതുവരെ ചെയ്തിട്ടില്ല. നന്നായി പവർ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ഈ വിടലടിയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നത്. അഭിഷേകാണ് സ്ഥിരവേര. ലൈവ് കാണുന്നവർക്കറിയാം, വിടലടിച്ച് സായി എങ്ങോട്ടൊക്കെയോ പോകുന്നു. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.